Hello students, in the last class we have seen the relation between the differential and the tangent vector of r of t. Differential dr bar by dt is the direction of the tangent vector, and at a point we can find the tangent vector using that direction and the given point t parameter ഉപയോഗിച്ച് പോയിന്റ് x y z കോർഡിനേറ്റിൽ എഴുതണം. അപ്പോൾ അത്ര ഒരു പ്രോബ്ലം ചെയ്തു. മറ്റ് രണ്ട് പ്രോബ്ലംസ് ബുക്കിലുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ചെയ്യാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഡെറിവേറ്റീവ് എഴുതുക, പിന്നെ അത് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന പോയിന്റും ഡയറക്ഷനും ഉപയോഗിക്കുക എന്നുള്ള കാര്യമുള്ളൂ. സോ വി മൂവ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ അബൌട്ട് വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സലറേഷൻ. ഫിസിക്സിലൊക്കെ നിങ്ങളെപ്പോഴും പഠിക്കാറുള്ളതാണ്. ഇഫ് ആർ ബാർ ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഇൻ സ്പേസ്, or r bar is the position of a point in a smooth curve at a time t, then the velocity v bar equal to, velocity is denoted by v bar, it is a function of time, so v bar of t എന്ന് എഴുതാം. v bar of t equal to dr bar by dt, dr bar by dt, that is the velocity. Then speed equal to modulus of v bar of t. വെലോസിറ്റിയുടെ മോഡുലസ് റിയൽ നമ്പർ. ദിസ് ഇസ് എ വെക്ടർ, ദിസ് ഇസ് എ റിയൽ നമ്പർ. ഈ റിയൽ നമ്പറിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് വിളിക്കുക. ദെൻ വി ഹാവ് ആക്സലറേഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ. ആക്സലറേഷൻ എ ബാർ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഡി സ്ക്വയർ ആർ ബാർ ബൈ ഡി ടി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. Once we have found v bar, it is dr bar by dt, and we can differentiate v bar with respect to t to obtain d square r bar by dt. So dv bar by dt എന്ന് വേണമെങ്കിലും നമുക്ക് a ബാറിനെ കാണാം. Then the unit vector v bar by mod v bar is the direction of motion at time t. v bar by mod v bar. v bar velocity അത് direction of motion ആണ്. ഇത് യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് വി ബാർ ബൈ. വി ബാർ ഈസ് എ ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് എ ടൈം ടി, ആൻഡ് വി ബാർ ബൈ മോഡ് വി ബാർ ഈസ് എ യൂണിറ്റ് വെക്ടർ റെസ്പോണ്ടിങ് ടു ദാറ്റ് ഡയറക്ഷൻ. ദെൻ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ. വി ക്യാൻ റൈറ്റ് വി ബാർ ഈക്വൽ ടു മോഡ് വി ബാർ ഇൻറ്റു വി ബാർ ബൈ മോഡ് വി ബാർ. ഈ ക്യാൻസലേഷന് ശേഷം അത് വി ബാർ എന്ന് കിട്ടുക. ദാറ്റ് ഈസ് വെലോസിറ്റി ഈക്വൽ ടു മോഡ് വി ബാർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്പീഡ് ഇൻറ്റു വി ബാർ ബൈ മോഡ് വി ബാർ എന്ന ഡയറക്ഷൻ ഓഫ് മോഷൻ, യൂണിറ്റ് ഡയറക്ഷൻ വി ബാർ ബൈ മോഡ് വി ബാർ നമ്മൾ എഴുതേ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് മോഷൻ. വെലോസിറ്റി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ എന്ന ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. Now we can see an example of finding velocity, speed, acceleration, direction, etc. It is only an application of differentiation, vector differentiation. The vector is position vector of a particle moving in space at time t is given by r of t equal to t plus 1 I plus t square minus 1 into j plus 2t into k. First we have to do several operations. First we have to find particles velocity and acceleration vector. Velocity എന്നൊക്കെ നിങ്ങൾ എഴുതുക. Velocity v bar is defined by dr bar by dt. വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസിയേഷൻ ചെയ്യുക കമ്പോണൻറ്റ് വൈസ്. t plus 1 ഡിഫറൻഷ്യൽ 1 into I plus t square minus 1 ഡിഫറൻഷ്യൽ 2t minus 0 ആണ്, 2t into j plus 2t ഡിഫറൻഷ്യൽ 2 into k. ഫൈൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട്. ആക്സലറേഷൻ ഡി സ്ക്വയർ ആർ ബാർ ബൈ ഡി ടി സ്ക്വയർ ഓർ ഡി വി ബാർ ബൈ വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇവിടെ ഇരിക്കുവാണ്, അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 0 I 2t 2j അതേ ഉള്ളൂ. 2k കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ആക്സലറേഷൻ ഈസ് 2j. Then we find the particles speed and direction of motion at t equal to 1. സ്പീഡ് എന്ന് പറയുന്നത്
അറ്റ് ടി ഈക്വൽ ടു 1 നമുക്ക് സ്പീഡും ഡയറക്ഷൻ ഓഫ് മോഷനും കണ്ടുപിടിക്കണം. സ്പീഡിൻ്റെ ജനറൽ ഇക്വേഷൻ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്നുള്ളതാണ്. വി ബാർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2t ഹോൾ സ്ക്വയർ ആകുമ്പോൾ 4t സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 എന്ന് എഴുതാം. 4 പ്ലസ് 1 5 പ്ലസ് 4t സ്ക്വയർ its root is the general equation of velocity speed at a particular point. Then at t equal to 1 സ്പീഡ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ഈക്വൽ ടു ഈ എഴുതിയതിൻ്റെ t ഈക്വൽ ടു 1 വാല്യൂ എഴുതിയാൽ മതി. റൂട്ട് ഓഫ് 5 പ്ലസ് 4 എന്നാകും. അത് റൂട്ട് 9 ആണ്. 3 എന്ന് നല്ലൊരു വാല്യൂ കിട്ടുകയും ചെയ്യും. We have to find the speed and direction of motion at t equal to 1. Direction of motion ജനറൽ ഒരു ടി വാല്യൂവിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വി ബാർ ബൈ മോഡ് വി ബാർ എന്നാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു വി ബാർ എന്തായിരുന്നു ഐ പ്ലസ് ജനറൽ ഇക്വേഷൻ ഇതാണ് 2t ജെ പ്ലസ് 2k അതാണ് വി ബാറിൻ്റെ ഇക്വേഷൻ. ജനറലായിട്ട് മോഡ് വി ബാറിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് 5 പ്ലസ് 4t സ്ക്വയർ ആണ്. ആൻഡ് അറ്റ് t ഈക്വൽ ടു 1 we can find the direction of motion by substituting t equal to 1. Direction of motion at t equal to 1 കിട്ടാൻ t കാണുന്നിടത്തൊക്കെ നമ്മൾ 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ t കാണുന്നിടത്തൊക്കെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡിനോമിനേറ്ററിൽ നമ്മളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ i പ്ലസ് 2t t1 കൊടുക്കുമ്പോൾ 2j t1 കൊടുക്കുമ്പോൾ 2kക്ക് വ്യത്യാസമൊന്നുമില്ല. ഹോൾ ഡിവൈഡഡ് ബൈ t ഈക്വൽ ടു 1 5 പ്ലസ് 4t സ്ക്വയറിൻ്റെ ആണ് നമ്മൾ മോഡ് വി ബാർ ഓഫ് ടി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് t ഈക്വൽ ടു 1. ആൻഡ് ഹിയർ വി ക്യാൻ സീ ദ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു അറ്റ് t ഈക്വൽ ടു 1. അറ്റ് t ഈക്വൽ ടു 1 t ഈക്വൽ ടു 1 വെലോസിറ്റി വെക്ടർ വി ബാർ എന്ന് പറയുന്നത് i പ്ലസ് 2j പ്ലസ് 2k എന്നുള്ളതാണ്. ഇതാണ് വെലോസിറ്റി വെക്ടറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ. അറ്റ് t ഈക്വൽ ടു 1 ഇതാണ് വെലോസിറ്റി വെക്ടറിൻ്റെ എക്സ്പ്രഷൻ. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഐ പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യും. ഐ പ്ലസ് 2j പ്ലസ് 2k എന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ 3 എന്ന് പറയുന്നത് എന്നായിരുന്നു അവിടുത്തെ മോഡ് വി ബാർ ആണ്. ഇതെന്താ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. സോ വെലോസിറ്റി ഈക്വൽ ടു മോഡ് വി ബാർ ഈസ് ദ സ്പീഡ് അറ്റ് ദാറ്റ് പോയിന്റ്. 3 ഈസ് ദ സ്പീഡ് അറ്റ് t ഈക്വൽ ടു 1. സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ അങ്ങനെയും ഒരു പാർട്ട് ഉണ്ടായിരുന്നു. റൈറ്റ് ദ വെലോസിറ്റി ആസ് സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് t ഈക്വൽ ടു 1. വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം. ഐ പ്ലസ് 2j പ്ലസ് 2k ഇതിൽ t ഈക്വൽ ടു 1 കൊടുത്താൽ മതി. ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് സ്പീഡ് ഇൻറ്റു 3 ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ ഐ പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. അത് ശരിയാണ്. അപ്പോൾ ആ പോയിന്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദർ ഈസ് വൺ മോർ പാർട്ട് ടു ദ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും പാർട്ട് ബിയുടെ ഭാഗമായിരുന്നു. ദെൻ വി ഹാവ് പാർട്ട് സി. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ velocity and acceleration vector at t equal to 1. Angle between velocity and acceleration vector at t equal to 1. General അല്ല, t equal to 1 ഇല്ല വെലോസിറ്റി. v bar at t equal to 1 നമ്മളിപ്പോൾ പക്കത്തിൽ എഴുതിയതാണ്. i പ്ലസ് 2j പ്ലസ് 2k. ആൻഡ് ആക്സലറേഷൻ ജനറൽ ഇക്വേഷൻ ഉണ്ട്. അറ്റ് t equal to 1 ആക്സലറേഷൻ ജനറൽ ഇക്വേഷനിൽ തന്നെ ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ് 2j. അപ്പോൾ t ഈക്വൽ ടു 1 കൊടുത്താലും മാറ്റമൊന്നുമില്ല. ആക്സലറേഷൻ അറ്റ് t ഈക്വൽ ടു 1 ഈസ് 2j. ദെൻ യു ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ v bar ആൻഡ് a bar അറ്റ് t ഈക്വൽ ടു 1. t ഈക്വൽ ടു 1 v bar a bar തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. അതുമാത്രമേ ഇവിടെ ഉപയോഗിക്കാനുള്ളൂ. വെലോസിറ്റി ആക്സലറേഷൻ വെക്ടേഴ്സ് നമ്മളുടെ കയ്യിലുണ്ട്. എയും ബിയും തമ്മിലുള്ള ആംഗിൾ പറയാൻ, വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ?
കോസ് തീറ്റയാണ് എഴുതുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. ഇതായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ. ഈ മോഡ് എ ബാർ ഉള്ളപ്പം വെക്ടർ, മോഡ് എ എന്ന് മോഡ് ബിയെ ബി എന്ന് എഴുതുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അതെന്താ, വി ബാർ ഡോട്ട് എ ബാർ ഡിവൈഡഡ് ബൈ മോഡ് വി ബാർ ഡോട്ട് ഇൻറ്റു മോഡ് എ ബാർ. ഇവിടെ ഡോട്ടല്ല, ഇത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ വി ബാർ ഡോട്ട് എ ബാർ, വി ബാർ ഈ വെക്ടർ, എ ബാർ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത ഐയുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 0, ജെയുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2. ആദ്യത്തേത് 1 ഇൻറ്റു 0, 2 ഇൻറ്റു 2. മൂന്നാമത്തത് 2 ഇൻറ്റു 0, 2 ഇൻറ്റു 0. അതാണ് ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി ബാർ അറ്റ് ടി ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് വി ബാർ ആണ് സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മോഡുലസ് √1 പ്ലസ് അങ്ങനെ ഇട്ട് കൊടുക്കാം, സെയിം വാല്യൂ തന്നെ കിട്ടുക 1 പ്ലസ് 4 പ്ലസ് 4. മറ്റേ വെക്ടറിൻ്റെ √2 സ്ക്വയർ 0 സ്ക്വയർ പ്ലസ് 4 പ്ലസ് 0 സ്ക്വയർ. ഇതാണ് എക്സ്പ്രഷൻ. ദെൻ ന്യൂമറേറ്ററിൽ നമുക്ക് ആകെ നടക്കത്തതേ ഉള്ളൂ 4, ഡിനോമിനേറ്ററിൽ 9ൻ്റെ √3, 4ൻ്റെ √2. 4 ബൈ ആംഗിൾ ബിറ്റ്വീൻ വി ബാർ ആൻഡ് എ ബാർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു, ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു ദിസ്, ദാറ്റ് ഈസ് 4 ബൈ 3 ഇൻറ്റു 2 മീൻസ് 2 ബൈ 3. 2 ബൈ 3 ആണ് കോസ് തീറ്റയുടെ വാല്യൂ. 2 ബൈ 3 കോസ് തീറ്റയുടെ വാല്യൂ ആകുമ്പോൾ നമുക്ക് ഇനി ആംഗിൾ എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. തീറ്റ ഈക്വൽ ടു എന്തായത്, കോസ് തീറ്റ ഈക്വൽ ടു 2 ബൈ 3 ഇങ്ങനെ എഴുതിയാലും മതി. ആംഗിൾ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 2 by 3. Next question is connected with a hanging glider. A person moves on a glider which goes spirally upwards, and the position vector is given by r of t equal to 3 cos t I plus 3 sin t j plus t square k 0 less than or equal to t less than or equal to 4 pi. At any time t, the position of the glider in the air is given by r of t. Then you have to evaluate the velocity and acceleration vector. First you find the velocity v bar equal to, ബുദ്ധിമുട്ടൊന്നുമില്ല, കമ്പോണന്റ് വൈസ് ഡിഫറൻസിയേഷനിൽ dr bar by dt കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫൈൻഡ് ദ ആക്സലറേഷൻ, v bar ഉണ്ടെങ്കിൽ dv bar by dt എവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ആക്സലറേഷൻ. ദെൻ സെക്കൻഡ് പാർട്ട് ഈസ് ഫൈൻഡിങ് ദ സ്പീഡ് അറ്റ് എനി ടൈം t. സ്പീഡ് മോഡ് v bar ഓഫ് t ആണ് എന്ന് നിങ്ങൾക്കറിയാം. അറ്റ് എനി ടൈം t ജനറൽ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പോണന്റ് വൈസ് ഡിഫറൻസിയേഷനിൽ v bar -3 sin t I plus 3 cos t j plus 2t k എന്ന് കിട്ടും. എ ബാർ ഒന്നുകൂടെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ ഇങ്ങനെ കിട്ടും. സ്പീഡ് ഓഫ് ദ ഗ്ലൈഡർ മോഡ് വി ബാർ, ഇതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 9 sin square t plus 9 cos square t കമ്പൈൻ ചെയ്യുമ്പോൾ 9 plus 4t square എന്ന് നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് സബ്ഡിവിഷൻ, ഇത് സബ്ഡിവിഷൻ ബി, വെലോസിറ്റി ആക്സലറേഷൻ സബ്ഡിവിഷൻ എ. ആൻഡ് ഇൻ സബ്ഡിവിഷൻ സി യു ഹാവ് ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ടൈംസ് ഇഫ് എനി വെൻ ദ ഗ്ലൈഡർ ആക്സലറേഷൻ ഈസ് ഓർത്തോഗണൽ ടു ഇറ്റ്സ് വെലോസിറ്റി. എവിടെയെങ്കിലും ആക്സലറേഷൻ ഓർത്തോഗണൽ ടു വെലോസിറ്റി ആകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ ടൈം എവിടെയാണ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സലറേഷൻ വെലോസിറ്റിക്ക് ഓർത്തോഗണൽ ആകുമ്പോൾ ഇതെപ്പോഴാണ് ആക്സലറേഷൻ ഓർത്തോഗണൽ ടു വെലോസിറ്റി വെൻ വെലോസിറ്റി വെക്ടർ ഓർത്തോഗണൽ ടു ആക്സലറേഷൻ വെക്ടർ, അല്ലെ എ ബാർ ഓർത്തോഗണൽ ടു വി ബാർ എന്നെഴുതാം. ഇതെപ്പോഴാണ് പോസിബിൾ ആകുന്നത്, ഇവരുടെ ഡോട്ട് ഫ്രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആകുന്ന എപ്പോഴാണ്, അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ. എ ബാർ ഡോട്ട് വി ബാർ 0 ആകുമ്പോഴാണ് ഈ കാര്യം സംഭവിക്കുക. യു ക്യാൻ കാൽക്കുലേറ്റ് എ ബാർ ഡോട്ട് വി ബാർ. എങ്ങനെയാണ് എ ബാർ ഡോട്ട് വി ബാർ കാൽക്കുലേറ്റ് ചെയ്യാം? വി ബാർ എ ബാർ ഉണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 9 -3 പ്ലസ് ആയി സൈൻ ഡി കോസ് ടി, 9 സൈൻ ഡി കോസ് ടി. അടുത്ത് എന്താവും, -9 കോസ് ടി സൈൻ ഡി, അതും സൈൻ ഡി കോസ് ടി എന്ന് എഴുതാം. സൈൻ ഡി കോസ് ടി പ്ലസ് 4t
ഈക്വൽ ടു 0. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് 0 എന്നുള്ളതിൻ്റെ മീനിങ് ഇതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ടൈംസ് ക്യാൻസൽ ചെയ്തു. 4t 0 ആകുമ്പോൾ ഇത് പോസിബിൾ ആവും. 4t 0 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ t 0 ആകുമ്പോൾ. അപ്പോൾ വെലോസിറ്റി